അക്ഷരാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രതിക്കൂട്ടിലാണ്. ഗുരുതര ആരോപണവുമായി സ്വന്തം വക്താവ് നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഇസ്രായേൽ ചാനലുകൾ പുറത്തുവിട്ട ഈ വെളിപ്പെടുത്തലുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹമാസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നെതന്യാഹുവിനാണെന്നതടക്കം ഗുരുതര ആരോപണങ്ങളും വംശീയ അധിക്ഷേപവും നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവും ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫുമായ സിവ് അഗ്മോനാണ് രംഗത്തെത്തിയത്. പിന്നാലെ അദ്ദേഹത്തെ തൽസ്ഥാനത്തുനിന്ന് പുറത്താക്കി. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ഇതിനിടെയാണ് സ്വന്തം വക്താവിന്റെ വാക്കുകൾ സൃഷ്ടിക്കുന്ന തലവേദന. നെതന്യാഹുവിന്റെ ഓഫീസിൽ അതിവേഗം സ്വാധീനമുറപ്പിച്ച വ്യക്തിയാണ് വാർ ടൈം പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സിവ് അഗ്മോൻ. ആദ്യം നെതന്യാഹുവിന്റെ വക്താവായും തുടർന്ന് ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായും അദ്ദേഹം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉയർന്നു. നെതന്യാഹുവിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായി അറിയപ്പെട്ടിരുന്ന അഗ്മോന്റെ കരിയറാണ് ഫോൺ കോൾ ലീക്കായതോടെ അവസാനിച്ചത്. നെതന്യാഹുവിന് പുറമെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ ലിക്കുഡിലെ അംഗങ്ങൾ, പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ, മൊറോക്കൻ വംശജരായ ജൂതന്മാർ എന്നിവർക്കെതിരെയാണ് അഗ്മോൻ അധിക്ഷേപവും വംശീയ ചുവയുള്ള പരാമർശങ്ങളും നടത്തിയത്. അഗ്മോനെ പുറത്താക്കണമെന്ന ആവശ്യം ഭരണ പ്രതിപക്ഷ നിരകളിൽ നിന്ന് ഉയർന്നതോടെയാണ് ധൃതി പിടിച്ചുള്ള നടപടി. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നെതന്യാഹുവിനാണെന്നും അദ്ദേഹം പ്രധാനമന്ത്രി പദവി രാജിവെച്ച് വീട്ടിലിരിക്കണമെന്നുമാണ് അഗ്മോൻ പറഞ്ഞത്. നെതന്യാഹുവിന്റെ സഖ്യകക്ഷിയും അൾട്രാ ഓർത്തഡോക്സുമായ ഷാസ് പാർട്ടിക്ക് പണം തട്ടാൻ മാത്രമേ അറിയാവൂ എന്നും അഗ്മോൻ ആരോപിച്ചു. നെതന്യാഹുവിന്റെ ലിക്കുഡ് പാർട്ടിയേക്കാൾ എനിക്ക് അനുയോജ്യം ബെന്നി ഗാറ്റസിന്റെ ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടിയാണ്. ലിക്കുഡ് പാർട്ടിയിൽ നിലവിൽ തന്നെ കള്ളന്മാരും തട്ടിക്കൊണ്ടുപോകുന്നവരുമുണ്ട്. ആ പട്ടിക പൂർത്തിയാക്കാൻ ഇനി ബലാത്സംഗം ചെയ്യുന്നവരെയും കൊലപാതകികളെയും കൂടി ആവശ്യമുള്ളൂവെന്നും ഫോൺ സംഭാഷണത്തിൽ അഗ്മോൻ പറഞ്ഞു. ഈ പരാമർശങ്ങൾ തൻ്റേതാണെന്ന് സമ്മതിച്ച അഗ്മോൻ അവ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണെന്ന് അവകാശപ്പെട്ടു. മൊറോക്കൻ ജൂതന്മാരെ കുരങ്ങുകളാണെന്നാണ് അഗ്മോൻ അധിക്ഷേപിച്ചത്. ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നിരത്തിയാണ് അഗ്മോന്റെ വംശീയ നിലപാടുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് അഗ്മോൻ നേരിട്ടത്. വംശീയവാദികളെ നെതന്യാഹു കൂടെ കൂട്ടിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് യാർ ഗോലൻ വിമർശിച്ചു. നെതന്യാഹുവിലെ യുദ്ധക്കൊതിയനെ തൊട്ടടുത്തിരുന്ന് പഠിച്ച പാഠങ്ങളാണ് ഈ സംഭാഷണത്തിലൂടെ പുറം ലോകത്തെത്തിയതെന്നാണ് വിലയിരുത്തൽ. 25 ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ രാജ്യത്ത് ഇസ്രായേലിന്റെ പ്രതിരോധം ഭേദിച്ച് ഇറാന്റെ മിസൈൽ പതിച്ചത് ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്വന്തം വക്താവിന്റെ ഫോൺ സംഭാഷണം ഇടിത്തീ പോലെ നെതന്യാഹുവിന്റെ തലയിൽ വന്ന് പതിക്കുന്നത്.